Watch India's largest kids library only on Jio Hotstar. Download the app now. നല്ല മണം. അതെ മോട്ടു, ഒന്ന് പതുക്കെ ആവട്ടെ. സമാധാനത്തോടെ ഇരുന്ന് സമോസ കഴിക്കൂ. എന്താ ഇത്ര തിരക്ക്? അല്ല ചേട്ടാ, നീ എന്താ അവനെ പിടിക്കാഞ്ഞേ? അതെങ്ങനെ ഞാനെങ്ങനെ അവനെ പിടിക്കുമെന്ന് പറവായി? അവൻ ഓടിപ്പോയില്ലേ? മാത്രമല്ല അവിടെ രണ്ട് ചെന്നായും വന്നായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ പിടിക്കുമെന്ന് പറ? അല്ല ചേട്ടാ, നിങ്ങൾ ആരെ പിടിക്കണ കാര്യമായി പറയണേ? അതേ കടക്കാരൻ ബായി, കാട്ടിനുള്ളിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യനെ ഒരു ചെന്നായാണ് നോക്കുന്നത്. ആ പയ്യൻ അവിടെ ചെന്നായോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളെ കണ്ടതും അപ്പൊ തന്നെ ചെന്നായോടൊപ്പം കാട്ടിലേക്ക് ഓടിപ്പോയി. അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേ മോട്ടു, ഞാനും കേട്ടിട്ടുണ്ട് ഒരു ചെന്നായാണ് ആ ചെറിയ കുട്ടിയെ വളർത്തി വലുതാക്കിയതെന്ന്. എന്റെ അമ്മോ, നമുക്ക് ആ കുഞ്ഞിനെ എങ്ങനെയല്ലേ രക്ഷിക്കണം. കാട്ടിൽ മൃഗങ്ങളോടൊപ്പം ആ മനുഷ്യക്കുട്ടിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? മോട്ടുപത്ലു, എനിക്ക് നിങ്ങളുടെ സഹായം എന്തായാലും വേണം. അതെ അതെ ചിങ്കം സാറേ, ഞങ്ങൾ തയ്യാറാണ്. വരൂ. ബോസിന്റെ പ്ലാൻ സക്സസ് ആയി. ഗുഡ്, നമ്മുടെ വലയിൽ അവർ കുടുങ്ങിയല്ലോ. ബോസ് അവരത് വിശ്വസിച്ചിരിക്കുക. ബോസ് പെട്ടെന്ന് തന്നെ ജംഗിൾ ബോയ് ആയി മാറണം. ബോസിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ബോസ് വള്ളികളിൽ കൂടി ഊഞ്ഞാലണിന്ന് കാണിച്ചേ. കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാടാ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. വേണമെങ്കിൽ ഇതാ കണ്ടോ. ഇതാ കണ്ടോടാ. ബോസ് എവിടെ പോവാണ്? ഇപ്പോഴല്ലേടാ ഞാൻ കളി തുടങ്ങിയിരിക്കുന്നത്. എന്റെ അച്ഛനെയും അമ്മേനെയും വേഗം റെഡിയാക്കടാ. വേഗം പോയി റെഡി ആയിട്ട് വാടാ. അടിപൊളിയാടാ. ഇങ്ങനെ തന്നെ വേണം. അടിപൊളിയായി, അടിപൊളി. ഇപ്പൊ ഒരു സെൽഫി എടുത്താലോ? ബോസ് ഒന്ന് ചിരിച്ചേ. അത് കണ്ടില്ലേ? അവനാണ് വുൾഫ് ബോയ്. വുൾഫിന്റെ കൂടെ ചേർന്ന് അവൻ ഇരയെ പിടിക്കുന്നത് കണ്ടോ? അയ്യേ, ഇതെന്താണ്? ജീവിച്ചിരിക്കുന്ന കോഴിയെ ഇവൻ കഴിച്ചോ? പിന്നെന്താ മോട്ടു, മൃഗങ്ങളൊക്കെ കുക്കിംഗ് ചെയ്തിട്ടാണോ കഴിക്കുന്നത്? ആ കുട്ടിയും ഇപ്പൊ മൃഗങ്ങളെ പോലെ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. വുൾഫ് ബോയ്, ഹലോ കുട്ടി, വരൂ, എന്റെ അടുത്തേക്ക് വരൂ. എന്റെ കുട്ടി, നീ പേടിക്കണ്ടെന്ന്. ഞങ്ങള് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതുകൊണ്ട് വരൂ കുട്ടി. പത്തിനെ രക്ഷിക്കൂ. ദേ, ഇവരെന്നെ അടിക്കുന്നു, എന്നെ കടിക്കുന്നു. മോട്ടു, ഇനി ഈ കുഞ്ഞ് നിന്റെ സംരക്ഷണത്തിലായിരിക്കും. ആ കുഞ്ഞിന് നീ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും പഠിപ്പിക്കാം ചിക്കും സാറേ. അവൻ സംസാരിക്കും. ഞാൻ കാണിച്ചു തരാം. ഐ ആം എ ഗുഡ് ടീച്ചർ. ആഹാരം 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 ഇതാണ് ആഹാരം. ആഹാരം 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 ഇന്ന് കഴിച്ചോ? എടാ, കോഴിയെ തിന്നരുത്. നല്ല ആഹാരം കൊടുത്താൽ അവൻ കഴിക്കില്ല. കോഴിയെ പിടിച്ച് കഴിക്കാൻ പോകുന്നു. നിങ്ങളെ പയ്യനെ പൊക്കെ എടുത്ത് എങ്ങോട്ട് പോവാണ്? നിൽക്ക് മോട്ടു. അതെ ബോക്സർ ചേട്ടാ, ഞാൻ ഈ കുട്ടിയെ കാട്ടിനകത്ത് നിന്ന് പിടിച്ചോണ്ട് വന്നതാ.
അവിടെ ഈ കുട്ടിയെ വോൾഫിന്റെ ഒക്കെ കൂടെയായിരുന്നു വളർന്നു വന്നത്. ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുവോ? കണ്ടില്ലേ, കഴിക്കാൻ വേണ്ടി അവൻ കോഴിയുടെ പുറകിൽ ഇങ്ങനെ ഓടുന്നത്. പക്ഷെ ഞങ്ങൾ വല്ലതും കൊടുത്താലോ അത് കഴിക്കുന്നുമില്ലെന്നേ. കുരുത്തക്കെട്ട് ചെറുക്ക. നിങ്ങൾ നിൽക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ മോനെ, ഇതാ നല്ല ചോക്ലേറ്റ്, നീ ഇത് കഴിച്ചോ? നല്ല ചോക്ലേറ്റാ. വരൂ വരൂ, അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ മോനെ, അകത്തേക്ക്. ആ അങ്ങനെ. അയ്യോ മോനെ, അയ്യോ 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 മോനെ, ഓ അയ്യോ. എടാ ചെന്നായി ചെറുക്കാ, എടോ നിങ്ങളുടെ ചെന്നായി ചെറുക്കൻ എന്നെ വല്ലാതെ കടിച്ചു പറിച്ചു. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനൊരു കൊച്ചി ചെറുക്കനായി പോയി. അതുകൊണ്ട് അവന്റെ നേരെ എനിക്ക് ദേഷ്യം തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ദാ ഇത് പിടിക്ക്, ഇനി താൻ പിടിക്ക്. എടാ ചെന്നായി ചെറുക്കാ, ഈ കുട്ടി എന്തിനാണ് ഭക്ഷണം പുറത്തേക്ക് കളയുന്നത്? അത് പിന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടാവും ഇവനെ കാണാൻ വേണ്ടിട്ടേ. പുറത്തുനിന്ന് ഇപ്പോഴല്ലേ നമ്മുടെ ശബ്ദം കേട്ടത്. അതുകൊണ്ടാ ഇവൻ ഇവിടെയുള്ള ഭക്ഷണമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. കണ്ടില്ലേ കൂട്ടുകാരാ, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലേ. ബോസ് അവിടുന്ന് ആഹാരം ഇങ്ങോട്ട് ഇട്ട് തരും, നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം എത്ര രസകരമല്ലേ. മാത്രമല്ല ബോസ് രാത്രി മോഷ്ടിക്കാനും പോകും. അങ്ങനെ ജീവിതം മൊത്തത്തിൽ അടിപൊളി. പത്തലു, ഇവൻ കാട്ടിനുള്ളില് നിലത്ത് കിടന്നായിരിക്കും ശീലം. അതുകൊണ്ട് ഈ ബെഡ് ഇവന് താഴെ ഇട്ട് കൊടുക്കാം. വാടാ മോനെ, നിനക്കിതേ ബെഡ് വിരിച്ചല്ലോ. ഉറങ്ങാൻ ബെഡ്. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അയ്യോ കുട്ടിയുടെ പോയി. അതെ മോട്ടു, മോട്ടു ഉറക്കത്തിന് എണീക്ക്. ആ കുട്ടിയെ ഇപ്പൊ കാണുന്നില്ല, നോക്ക്. ഭാഗ്യം, ഇപ്പോഴാണ് സമാധാനമായത്. മോട്ടു അകത്തുനിന്ന് കഥക് കുറ്റിയിട്ടിട്ട് കിടക്ക്. അല്ലെങ്കിൽ ഈ കുട്ടി വീണ്ടും ഓടാൻ ശ്രമിക്കും. ഓക്കെ പത്തലു, ഞാൻ നോക്കിക്കോളാം. ഓഹോ, ഉറങ്ങു മോനെ, ഉറങ്ങൂ ഉറങ്ങൂ മോൻ, ഉറങ്ങിക്കോ, ഉറങ്ങൂ ഉറങ്ങൂ. കഥക് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണല്ലോ കിടന്നത്. ഇവൻ തീർച്ചയായിട്ടും കുറ്റി തുറന്ന് അവന്റെ അച്ഛനെയും അമ്മയും കാണാൻ പോയതായിരിക്കും. ഈ കുട്ടി വലിയൊരു ശല്യമായല്ലോ. എന്ത് ആണോ? ചിങ്ങത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. മോഷണം നടക്കുന്നു, എല്ലാ സ്ഥലത്തും കളവ് നടക്കുന്നു. പക്ഷെ ഞാൻ ആ കള്ളന്മാരെ എവിടെ ചെന്ന് അന്വേഷിക്കും? എനിക്ക് വയ്യ. മോട്ടുപത്രോ, എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമില്ല. നമ്മുടെ നഗരത്തിൽ മോഷണം നടക്കുന്നുണ്ട്. CCTV ക്യാമറ കണ്ടോ? ഇതിനൊക്കെ കാരണക്കാരൻ ആ ജോണാണ്. ചിങ്ങം സാർ, നിങ്ങൾ എനിക്ക് എല്ലാ CCTV ഫുട്ടേജും ഒന്ന് കാണിച്ചു തരണം കേട്ടോ. എന്താ അത് മോട്ടു, നിന്റെ ഈ കുട്ടി വലിയൊരു കള്ളനായി മാറിയിരിക്കുക. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നും രാത്രി ഈ കുട്ടി എന്തിനാണ് വീട് വിട്ട് പുറത്തു പോകുന്നതെന്ന്. അതേ മോഗ്ലി, നിന്റെ മാസ്ക് ഒന്ന് ഊരി കാണിച്ചേ.
ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചിങ്കൻ സാറേ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ മമ്മീനെയും പപ്പേനെയും ഉടൻ തന്നെ പിടിച്ചു കൊണ്ടുവരാം. മോട്ടു താൻ അവന്റെ അച്ഛനെ അമ്മേനെ പിടിച്ചോണ്ട് വന്നേ. അതുവരെ ഞാൻ ഈ കൊച്ചു കുട്ടിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാം. ഹായ്. വേണ്ട. ഓഹോ, ജിജ്ഞാസ, ഇത് നിയമപ്രകാരം തെറ്റാണ്. എന്റെ അമ്മോ. ചെല്ല്, നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് കളിക്ക്. ബോസ് ബോസ് ഏ? പ്ലാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ എങ്ങനെയാ ഇത് പൊളിഞ്ഞത്? മോട്ടു പത്തുവിന്റെ മുന്നിൽ എല്ലാ പ്ലാനും ഫെയിൽ ആയിക്കൊണ്ടിരിക്കാനടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.